ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. നമസ്കാരം. സി കേരളത്തിൻ്റെ സൂപ്പർ ബമ്പറിലേക്ക് അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ ഇതിപ്പോൾ ഏതാ സ്ഥലം എന്നറിയാം. എങ്ങനെയുണ്ട് സ്ഥലം കണ്ടിട്ട്? നല്ല രസമല്ലേ? ഒരു ഗ്രാമം. നമുക്ക് മനസ്സിന് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കണമെന്ന് പലരും പറയാറുണ്ട്. ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഭയങ്കര രസമാണ് ഈ പച്ചപ്പ് കണ്ടിരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സി കേരളമാണല്ലോ, കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പച്ചപ്പ് തന്നെയാണ്. അതൊക്കെ ഇപ്പോൾ എത്ര പ്രളയം വന്നാലും എത്ര പേമാരി വന്നതും എത്ര തണുത്ത മഞ്ഞ് വന്നാലും നമുക്കത് ഈ പച്ചപ്പാണ് നമ്മുടെ ഐശ്വര്യവും സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ചൊവ്വര എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. അതിൻ്റെ അടുത്ത് ശ്രീ ഭൂതപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഭൂതം എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ്. എനിക്ക് തോന്നുന്നു പണ്ട് ഏതോ ഭൂതം സമാധാനിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ പേടിച്ച് ഓടി വന്നിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ശ്രീ ഭൂതപുരം. എന്നാലും ഭയങ്കര രസമുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല നല്ല പാടങ്ങൾ, വാഴത്തോപ്പുകൾ, റബ്ബർ തോട്ടങ്ങൾ, അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഉള്ളൊരു കാര്യമാണല്ലോ. അതിലെല്ലാം ഉപരി എന്ന് പറയുന്നത് നമുക്കെല്ലാം നല്ല അരി ഭക്ഷണം, നല്ല അരിയും ചോറും കുത്തിരിച്ചോറും മീൻകറിയും പപ്പടവും കൂട്ടി കഴിക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഈ അരിയൊക്കെ നമുക്ക് വരുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന ആലുവയ്ക്കടുത്തുള്ള ഈ ചൊവ്വരയ്ക്കടുത്തുള്ള ഈ ശ്രീഭൂതപുരം പോലെയുള്ള കാലടി, പെരുമ്പാവൂർ ഈ മേഖലകളിൽ നിന്നാണ്. ഇവിടെ അതിനുള്ള ഫാക്ടറി ഉണ്ട്, നല്ല ഒരുപാട് ഫാക്ടറി പരിപാടികളുണ്ട്. അതുമാത്രമല്ല നല്ല വീട് സെറ്റപ്പുകളൊക്കെ വേണമെങ്കിൽ ഇഷ്ടിക വേണം അല്ലേ? ഇഷ്ടിക ഇവിടെ നല്ല മണ്ണാണ്. ഇഷ്ടികയ്ക്കും അതുപോലെ എന്താ പറയുക കളിമണ്ണ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് സാധ്യതയുള്ളൊരു ഏരിയ. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് പുക ഇങ്ങനെ ഉയരുന്ന നല്ല ഭംഗിയുള്ള ഇഷ്ടിക കളങ്ങളാണ്. ധാരാളം ഇഷ്ടിക കളങ്ങളുണ്ട്. എന്തായാലും ശ്രീഭൂതപുരത്തെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്, കാണാനുണ്ട്. ഒപ്പം നമ്മുടെ സൂപ്പർ ബമ്പറിൻ്റെ ഒരുപാട് കളികളും സമ്മാനവും ക്യാഷും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കിയാലോ? ശ്രീഭൂതപുരം ഒന്ന് മൊത്തത്തിൽ കാണാം. എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരുമായിട്ട് ഒന്ന് ഇടിച്ചു നിൽക്കാൻ വേണ്ടി പതുക്കെ ഗെയിമിലേക്ക് ഇറങ്ങാം. എന്നിട്ട് പോരെ? ഈ വരൂ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ എൻ്റെ കൂടെ പോരെ, നമുക്ക് വയലേലകൾ കാണാം, ഇഷ്ടിക കളങ്ങളിൽ ഇങ്ങനെ പുക പടരുന്നത് കാണാം. അങ്ങനെ ഒരുപാട് കാണാനുണ്ട്. പോരെ? ഇഷ്ടിക ചുള കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഞാനും ഇതൊക്കെ കണ്ടെടുക്കായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു അമ്പലം പോലെ തോന്നി. ഞാൻ അറിയാതെ തൊഴുത്താലോ വിചാരിച്ചു. അതിൻ്റെ ഒരു അടുക്കി വെച്ചിരിക്കുന്ന രീതി കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. ഇത് സെറ്റായ ഇഷ്ടികയാണ്. ഈ ഇഷ്ടികയാണ് നമ്മളിനി കൊണ്ടുവന്നിട്ട് വീട് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം ഭയങ്കര രസമാണ്. ഇത് ഇങ്ങനെ ഇഷ്ടിക അച്ചിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു മണ്ണ് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അതിങ്ങനെ ചൂടുന്നത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഒന്നും കൂടി സി കേരളത്തിൻ്റെ സൂപ്പർ ബമ്പർ വഴി കാണുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ചുട്ട് വെയിലത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഇനി ചുട്ട് പഴുപ്പിച്ചെടുക്കണം ശരിക്കും. അതിന് മുമ്പുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അവിടെ നോക്കിയാൽ അറിയാം, കുറേ പേര് അധ്വാനിക്കുന്നത് കാണാം, പണിയെടുക്കുന്നത് കാണാം. അവിടെ മണ്ണ് കുഴച്ച് അത് സംഭവം സെറ്റ് ചെയ്യാണ്. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കുടിൽ കെട്ടിയെടുത്ത് താമസിക്കുന്നു പറയാം. പിന്നെ കുറച്ചും കൂടി ഇത് എൻ്റെ കൂടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ട അവിടെ പുക വരുന്നുണ്ട്. അത് അവിടെ ഇങ്ങനെ ഓൾറെഡി ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഉടയ്ക്കും. അത് കഴിഞ്ഞിട്ട് കോടാലി വെച്ചിട്ട് 2-3 പീസാക്കും. ഇങ്ങനെ പീസ് ആക്കിയിട്ടാണ് ഇത് നമ്മുടെ ചൂളയിൽ ഇത് കത്തിച്ചിട്ടാണ് നമ്മുടെ ഇഷ്ടിക ശരിക്കും ചുട്ടെടുക്കുന്നത്. ആ ചുട്ടെടുത്ത ഇഷ്ടികയൊക്കെ കാണണമെങ്കിൽ എൻ്റെ കൂടെ തന്നെ പോയി. ഈ കാണുന്നത് അതിൻ്റെ ചുട്ടെടുക്കാനുള്ള ഇഷ്ടിക ചൂള എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ പതുക്കം തെങ്ങിൻ്റെ തടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതാണ് കൂടുതൽ അടുക്കി വെച്ചേക്കുന്നതാണ്. അതിങ്ങനെ ഇട്ടിട്ട് കത്തിച്ചിട്ട് ഇതിങ്ങനെ നല്ല ചുമന്ന് അടിപൊളിയാക്കി നമുക്ക് ഉള്ള ഇഷ്ടിയാക്കി തരും. പക്ഷേ ശ്രീഭൂതപുരത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന സൂപ്പർ ബമ്പർ കളിക്കാനാണ്. അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതൊരു പ്രത്യേക ജംഗ്ഷനാണ്. അതൊരു ചെറിയ സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. കാരണം നമ്മുടെ കേരളത്തിലെ ആ ജംഗ്ഷൻ്റെ പേരിലാണ് കളി ഇരിക്കുന്നത്. അപ്പോൾ ശ്രീഭൂതപുരത്തെ ആ സ്പെഷ്യൽ ജംഗ്ഷനിലേക്ക് നമ്മൾ പോകുന്നു. കമോൺ. അപ്പോൾ നമ്മളിതേ പറഞ്ഞ പോലെ ആ ജംഗ്ഷനിലേക്ക് എത്തിയേക്കാണ്.
ഈ ജംഗ്ഷന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പ്രത്യേകതയിലേക്ക് നമുക്ക് പോവാം. എനിക്ക് ലിഫ്റ്റ് തന്ന ചേട്ടൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാലോ? സജാദ്. സജാദിന്റെ ശരിക്കും സ്ഥലം ഇവിടെ തന്നെയാണോ? ശ്രീമൂലനഗരം. അതായത് ഇവന്റെ തന്നെയുള്ള സ്ഥലമാണ് ഇത്. ശ്രീഭൂതപുരമാണ്. താങ്ക് യു സജാദ്. വണ്ടി ഒതുക്കാം, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ സി കേരളത്തിൻ്റെ സൂപ്പർ ബമ്പറിൻ്റെ ഗെയിം ഷോ നടക്കാൻ പോകുന്നത് ഇന്ന് ഈ ജംഗ്ഷനിലാണ്. ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അതിനു മുമ്പ് നമുക്ക് ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇവരെയും കൂടി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം. സജാദിൻ്റെ കൂട്ടുകാരാണോ ഇവരൊക്കെ? ഇതും സജാദിൻ്റെ കൂട്ടുകാരനാണോ? നീ വന്നേ നോട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. സജാദിന്റെ ഈ കൂട്ടുകാരന്റെ പേരെന്താ? അയ്യോ, ഒരു 10-20 പേരുണ്ട്. പോവല്ലേ? നാണം. അയ്യോടാ നാണ. ഒന്നുകൂടി ഉറക്കെ പറ. മുഹമ്മദ് ഫഹദ് PJ. എടാ ഈ PJ എന്താടാ? ആദ്യമായിട്ടാണ് ഇത്താത്താരുടെ പേര് സ്വന്തം പേരിന്റെ കൂടെ ചേർത്ത ഒരാളെ ഞാൻ കണ്ടത്. ഓക്കെ, എങ്ങനെ പേര്? എങ്ങനെ? ബിൻഷാദ്. നമ്മുടെ സജാദ് ലിഫ്റ്റ് തന്ന ആള് ജുഹൈസ്. കണ്ട ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്. ഈ ജംഗ്ഷന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ജംഗ്ഷന്റെ പേരിലാണ് ആ പ്രത്യേകത ഇരിക്കുന്നത്. ആ പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്? ശ്രീഭൂതപുരത്ത് ഈ കവലയുടെ പേര് കൽക്കത്ത കോർണർ എന്നാണ്. അത് ഈ അടുത്ത കാലത്ത് ഒരുപാട് കൽക്കത്തയിൽ നിന്ന് ആളുകൾ വന്ന് ചേക്കേറിയത് കൊണ്ട് ഉണ്ടായ പേരല്ല. അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ പെട്ടി തൂക്കി പിടിച്ച് ബോംബെക്ക് പോയ കഥ അതൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമുണ്ട്. കഥയിലേക്ക് പോവാം. കൽക്കത്ത കോർണറിലെ ചേട്ടോ. ആഹാ, ഇവിടെ കാണാം. നമസ്കാരം. ദാ കാണ് ഞാൻ പറഞ്ഞ കൽക്കത്ത കോർണറിന്റെ ആള്. കൽക്കത്ത കോർണറിലെ സുൽത്താന്റെ പേരെന്താ? സുലൈമാൻ സാഹിബ്. സാഹിബ് എന്നുണ്ടോ? കിടക്കട്ടെ, ഒരു രസമല്ലേ? ഓക്കെ. അപ്പൊ ഈ സുലൈമാൻ ചേട്ടൻ കാരണമാണ് ഈ കോർണറിന് കൽക്കത്ത കോർണർ എന്ന പേര് വന്നത്. മനസ്സിലായില്ലേ? അത് എന്താണ് കഥ എന്നുള്ളത് സുലൈമാൻ സാഹിബ് തന്നെ പറയട്ടെ. ഫ്ലാഷ് ബാക്ക് ഒരു 70s വിടാല്ലേ നമുക്ക്? തീവണ്ടി പിടിച്ചാണോ പോയത്? കൽക്കരി തീവണ്ടി. അമ്പോ, പൊളിച്ചു. എന്താ കൽക്കത്തയിലേക്ക് പോകും? പലരും അന്നത്തെ കാലത്ത് ചെന്നൈ. ഓ അങ്ങനെ. അല്ലെങ്കിൽ പലരും ബോംബെയിൽ ചെന്ന് വിട്ട് അധോലോക നായകന്മാരായിട്ടാണല്ലോ തിരിച്ചു വരാറ്. അല്ലെങ്കിൽ സുലൈമാൻ ദാവൂദ് ഇബ്രാഹിം ഒക്കെ ആയേനെ. ഓക്കെ. എന്നിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു കൽക്കത്തയിൽ? 40 വർഷം കൽക്കത്തയിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് തന്നെയാണോ ഫാമിലി സെറ്റ് ചെയ്തത്? അത് ഇവിടെ വന്നിട്ടാണോ? എത്രാമത്തെ വയസ്സിലാണ് പോയെന്ന്? അപ്പോൾ 15 വയസ്സിൽ കൽക്കത്തയിൽ പോയി. ഓക്കെ. ഇത് എന്നിട്ട് ഈ കട ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് എത്ര കാലം? ഇതിപ്പോ 4 വർഷമാണ്. 4 വർഷമാണ്. 4 വർഷമായിട്ട് പോയിട്ടില്ല. അങ്ങനെ കൽക്കത്തയുടെ പഴയ ഓർമ്മ നിലനിർത്താൻ വേണ്ടിട്ട് കോർണറിന് പേരിട്ടു. ഈ സ്ഥലത്തിനും ആ പേരായി. അല്ല, കൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നിന്നത് നന്നായി. കാരണം കൽക്കത്തയിലുള്ളവരൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഭായിമാരാണ്. ഈ കടയിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് അവരാണോ? ന്യായമായിട്ടുണ്ട്. അവര് ഈ പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് കാണാറുണ്ട്. കാരണം ബംഗാളി സംസാരിക്കാൻ കഴിവുള്ളതുകൊണ്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് വന്ന് അന്വേഷിക്കും. ഹിന്ദി അല്ല, ബംഗാളി മേ കുച്ച് ബോലിയേ, കീഞ്ചോ അങ്ങനെ എന്തുണ്ടല്ലോ? അത് കീഞ്ചോ എന്നല്ല, കെമുനാച്ചി എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, എന്താണ് വിശേഷം എന്നാണ്. കെമുനാച്ചി എന്തുണ്ട്? ഒരു ബംഗാളിനെ കാണുമ്പോൾ നമ്മൾ ആദ്യം കെമുനാച്ചി എന്ന് ചോദിച്ചാൽ എന്താണ് വിശേഷം എന്നുള്ള. കെമുനാച്ചി അതിന് മറുപടി എന്ത് പറയണം? ഒരു പറയും ബാലുവാച്ചി, നല്ലതാണ്, സുഖമാണ്. ബാലുവാച്ചി. ഓക്കെ. കെമുനാച്ചി, ബാലുവാച്ചി, എല്ലാത്തിലും അച്ചിയുണ്ട്. അത് നന്നായി എന്തായാലും. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യ, 4 മക്കള്. അവരൊക്കെ കൽക്കത്തയിലാണോ അതോ ഇവിടെ ഉണ്ടോ? ആരും കൽക്കത്തയിൽ, എല്ലാവരും ഇവിടെ തന്നെ, നാട്ടിൽ തന്നെ. നമസ്കാരമുണ്ട്. പേര്? ഷിയാസ്. ഓക്കെ. കടയിൽ വാപ്പിച്ചിയുടെ കൂടെ ഉഷാറായിട്ട് പോകുന്നു. ഷിയാസ് വന്ന വഴി ഞങ്ങൾക്ക് നല്ല സ്വയംഭൻ ചായ ഇട്ട് തന്നു. അത് പ്രത്യേകം പറയേണ്ടതാണ്. അത് ഈ അവസരത്തിൽ അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു നമ്മുടെ സൂപ്പർ ബമ്പർ കമ്മിറ്റിയുടെ വക. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. നിങ്ങളും വരണം. കൽക്കത്ത കോർണർ നമ്മളൊന്ന് പൊളിച്ചെടുക്കും. ഓക്കെ. താങ്ക് യു. അപ്പോൾ ഏതാണ്ട് ഒരു സമ്മറി എന്ന് പറയുന്നത് ശ്രീഭൂതപുരത്തെക്കുറിച്ചും നമ്മുടെ കൽക്കത്ത കോർണറിനെ കുറിച്ചുള്ള കഥകൾ ഇതൊക്കെയാണ്. ഇതിൽ കൂടുതൽ കഥകൾ, കഥാവിശേഷങ്ങൾ, കളികൾ ഒക്കെ ആയിട്ട് നമ്മൾ ഇനി ശ്രീഭൂതപുരത്തിൻ്റെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. കാത്തോളേ. ഉത്സവമായി, മത്സരമായി, ഉത്സാഹത്തിൻ ഒരുമയുമായി, മലയാളത്തിൻ മണിമുറ്റ സി കേരളം സൂപ്പർ ബമ്പർ.
ഓക്കെ, അപ്പോൾ പണപ്പെട്ടിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്, അറിയാലോ. റെഡി അല്ലേ? നമ്മുടെ ഗെയിമിന്റെ പരിപാടികളിലേക്ക് തുടങ്ങുകയാണ്. ഞാൻ ഇന്നിവിടെ ശ്രീഭൂതപുരത്ത് വന്നു. എല്ലാ ശ്രീഭൂതപുരം നിവാസികൾക്കും ആദ്യം തന്നെ ഒരു വലിയ നമസ്കാരമുണ്ട്. നിങ്ങളുടെ നാട് കണ്ടു, അതിഗംഭീരം പച്ചപ്പും മിഷ്ടിയേക്കളവും റബ്ബറും തോട്ടവും വാഴത്തോപ്പും ഒക്കെ ആയിട്ട്. അതുപോലെ നമ്മുടെ കൽക്കട്ട കോർണറിൽ പോയി അവിടെ നിന്ന് ചായയും കുടിച്ചു. നിങ്ങളൊക്കെ സ്ഥിരം ചായ കുടിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നു അല്ലേ? ഈ നിൽക്കുന്ന പലരെയും ഞാൻ അവിടെ രാവിലെ മുതൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീഭൂതപുരത്ത് നമ്മൾ സൂപ്പർ ബമ്പർ ആരംഭിക്കുകയാണ്. ലോട്ട് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യും, ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, ആദ്യമായി അമ്മച്ചിമാരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ കൊച്ചിന്റെ പേരെന്താ? അഫീഫ എന്നൊക്കെ പറഞ്ഞ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അഫീഫ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. എന്താ പേര്? ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ. ആ ഫാത്തിമയാണോ? ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് പാട്ട് പാടി തരും തോന്നുന്നു. അമ്മച്ചീനെ കണ്ടിട്ട് എസ് ജാനകിയുടെ പോലെയൊക്കെ ഉണ്ടല്ലോ. എന്താ പേര്? രമണി. രമണി ചേച്ചി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണോ വീട്? എല്ലാവർക്കും രമണി ചേച്ചിനെ അറിയാമോ? അറിയാം. രമണി ചേച്ചി പാട്ട് പാടൂ? കവിത എഴുതോ? കവിത എഴുതോ? അത് ശരി. രമണിയമ്മ നിമിഷ കവിയാണ്, കവയത്രിയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. സ്വന്തമായിട്ട് എഴുതിയത് തന്നെയല്ലേ? ഇത് നേരത്തെ എഴുതി വെച്ചതാണോ? ജീവിത കഥയാണ്, അനുഭവമാണ്. ഓക്കെ. പള്ളിയിൽ മണികൾ മുഴങ്ങിടുന്നു, ശ്രുതി മധുരമാം പ്രാർത്ഥന ഗീതം പരന്നു. അമ്മിണി കുഞ്ഞിനെ വാരിയെടുക്കുവാൻ അമ്മ ഇന്നെന്തേ വൈകുന്നതിപ്പോഴും. ഇന്നു ഞാൻ മിണ്ടുകിൽ ഒരു പാടമമ്മയെ ചിന്തിച്ചു വേണം കഥയൊന്നു തീർക്കുവാൻ. ശയ്യയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റവൾ അമ്മ കാണാത്തൊര മട്ടിൽ പരുങ്ങവേ. ആരോ കടന്നു വരുന്നുണ്ടറിഞ്ഞവൾ അമ്മയാണെന്നു മനസ്സിൽ കുറിച്ചതും. കേൾക്കുന്നിതാരുടെ പൊട്ടിക്കരച്ചിലോ. പന്തികേടെന്തോ നനച്ചവൾ ഒളിവിൽ നിന്നും പുറത്തു കടന്നതും തന്നെയും വാരിയെടുത്തുകൊണ്ടേച്ചി ശയ്യയിൽ വീണു പിടയുന്നതെന്തിനോ. അമ്മയെ കാണണം ഉമ്മയൊരായിരം, അമ്മയ്ക്കു നൽകണം കൊഞ്ചിക്കുഴഞ്ഞവൾ. ഈ ശ്രീഭൂതപുരത്ത് എന്തായാലും രമണി ചേച്ചിനെ പരിചയപ്പെട്ടപ്പോൾ ഭൂതം നിധി ഒളിപ്പിച്ചു വെച്ച പോലെ ഒരു വലിയ നിധിയാണ് രമണി ചേച്ചി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഇനിയെങ്കിലും ഈ കവിതകൾ പ്രസിദ്ധീകരിക്കണം ധൈര്യമായിട്ട്. ഇവിടെ ഒരുപാട് ഇപ്പോൾ ധന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാം, ഒരുപാട് അവസരങ്ങൾ വരും. എന്തായാലും രമണി ചേച്ചിക്ക് ഒരു നല്ല കൈയടി കൂടി കൊടുത്ത എല്ലാവരും. സി കേരളത്തിന്റെ സൂപ്പർ ബമ്പർ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ലോട്ട് എടുത്ത് ആദ്യം തന്നെ ഒരാളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആ ലോട്ട് എടുക്കാനായിട്ട് നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ അങ്ങോട്ട് വിളിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾ ആരെങ്കിലും മതി അല്ലേ? രമണി ചേച്ചിയുടെ മോൻ തന്നെ ഇങ്ങോട്ട് വന്നേ. മോന്റെ മോൻ അല്ലേ രമണി ചേച്ചി അല്ലേ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ എന്താ പേര്? ഒരുമയുമായി സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ എത്രയല്ല പഠിക്കുന്നത്? 7. സിദ്ധാർത്ഥ ഇപ്പൊ റെഡി അല്ലേ? സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് അതിന്ന് പറഞ്ഞിടത്ത് അടിപൊളി കണ്ടസ്റ്റന്റ് ആവട്ടെ. സിദ്ധാർത്ഥ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സി കേരള സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് നോബി. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ നമ്മുടെ സൂപ്പർ ബമ്പർ മത്സരത്തിന്റെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ആയുധം പിടിച്ചോ. നോബിയുടെ പേര് ആരട്ടെ? നോബി ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്റെ വാപ്പച്ചിയുടെ പെങ്ങന്മാരാണ്. എന്ത് ചെയ്യുന്നു നോബി? ഹൗസ് വൈഫാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി നോബി ഇവിടെ റെഡിയാണ്. എന്തുകൊണ്ടാണ് നോബി മത്സരിക്കാൻ തീരുമാനിച്ചത്? സൂപ്പർ ബമ്പറിൽ ക്യാഷ് കുറെ കിട്ടും എന്നുള്ളതുകൊണ്ടാണോ? ഒരു രസത്തിന് മത്സരിക്കണം എന്ന് തോന്നി. ഇതിനു മുമ്പ് ഇത്തരം മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ തൊങ്കിത്തൊട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ? ഇങ്ങനത്തെ മത്സരത്തിനൊന്നും പങ്കെടുത്തു. എന്ത് മത്സരത്തിനാണ് പങ്കെടുത്തിരിക്കുന്നത്? അത് പിന്നെ അന്ന് ആർട്സ് അങ്ങനെയുള്ള ആർട്സ്, പാട്ട്, ഡാൻസ്, മിമിക്രി. സൗണ്ട് വെച്ച് പാട്ട് പാടാൻ പറ്റില്ല. എന്തായാലും സി കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ റെഡിയാണ്. നോബി.
സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇതിന്റെ ബാക്കി പരിപാടികളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. വെൽക്കം ബാക്ക് ടു സി കേരള സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. എന്തായാലും നോബിക്കുള്ള ഗെയിം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, സകല ദൈവങ്ങളെയും വിളിച്ചിട്ട് ചെന്നിട്ട് അതിൽ നിന്ന് ഒരു ബമ്പർ അങ്ങോട്ട് എടുത്തോ. കിടിലൻ ഗെയിമാണ് ആദ്യം തന്നെ നോബിക്ക് കിട്ടിയിരിക്കുന്നത്. വലിച്ചു വിട്ടോ, ഏറ്റുപിടിച്ചോ. ഈ ഗെയിം കളിക്കാനായിട്ട് നോബിയുടെ ഒരു ഫ്രണ്ട് കൂടി വേണ്ടി വരും. ഈ കൂട്ടത്തിൽ നിന്ന് നോബിക്ക് വിശ്വാസമുള്ള ആരെയും വിളിച്ച് കയറോട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ആരാ പറ്റുന്നത് നോക്കേ? ചിഞ്ചു. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ചിഞ്ചു വരുന്ന വഴി ആ വളയത്തിലേക്ക് കയറുന്നു. അതും പിടിച്ചോ, എന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. പേര് ചിഞ്ചു എന്നാണെന്ന് അറിഞ്ഞു. എന്നാലും ഫുൾ നെയിം ചോദിക്കണേ. എന്താണ് ഫുൾ നെയിം? ചിഞ്ചു വി ആർ. എന്ത് ചെയ്യുന്നു? ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിഞ്ചുവും നോബിയും റെഡിയാണ്. മത്സരം ഞാൻ പറഞ്ഞു തരാം. ദാ ഇവിടെ ഇതിങ്ങനെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഈ ബോൾ വെച്ചിട്ട് നോബി ഇങ്ങനെ വലിച്ചു വിടും. നമ്മൾ ഈ കവണയിൽ കല്ല് വെച്ചിട്ട് വിടില്ലേ, അതുപോലെ. ഇത് പിടിച്ചോളൂ ഐശ്വര്യമായിട്ട്. അപ്പൊ ആ ബോൾ ഈ നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക്, ഈ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ക്യാച്ച് ചെയ്തെടുക്കലാണ് ചിഞ്ചുവിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, 120 സെക്കൻഡിനുള്ളിൽ 15 ബോളെങ്കിലും ക്യാച്ച് ചെയ്തിരിക്കണം. റെഡി അല്ലേ? കാഹളം മുഴങ്ങാൻ പോവുകയാണ് സി കേരളം സൂപ്പർ ബമ്പറിലെ ഫസ്റ്റ് മത്സരം. റെഡി? കറക്റ്റ്. മുഖത്തുണ്ടാലും നിലത്ത് വീണു, അത് മതി. അടുത്തത് പോരട്ടെ. അത് അപ്പുറത്തെ ചേച്ചി ക്യാച്ച് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. താഴേക്ക് പോയിട്ടുണ്ട്. പോട്ടെ. കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. അത് തന്നെ. അടിപൊളി. കിട്ടും. രണ്ട് 15 120 സെക്കൻഡ് ആണ്. പോരട്ടെ. കൈയടി, നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിച്ചു. എന്നാലും 3 ദൈവമേ, 3 അടിപൊളി. കിട്ടും. ഇവിടെ നോക്കി. അത് തന്നെ. ചിഞ്ചു കമോൺ. ഇവിടെ പോയോ? ഓക്കെ, പയ്യെ കൂൾ കാം പറയില്ലേ, അതന്നെ. 4 5 ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ. അതവിടെ പോയി. ഉന്നം പിടിച്ച് പതുക്കെ. ഓക്കെ, സാവധാനം ചെയ്താൽ അതെ. 6 കൈ അവർ ശ്രമിച്ചോണ്ടിരിക്കും. നോബിനെ ചിഞ്ചുവിന് ഇതേവിടെ ചിഞ്ചുന്ന് പയ്യെ കൊണ്ട് 7 പയ്യെ എന്നൊക്കെ പറയുന്നുണ്ട്. 120 സെക്കൻഡാണ്. സെക്കൻഡുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോരട്ടെ. 8. ഇനി വളരെ ചുരുക്കം മതി. പോരട്ടെ. 1 മിനിറ്റ് ബാക്കിയുണ്ട്. 9. 1 മിനിറ്റ് ബാക്കിയുണ്ട്. 10. ഒരു കയ്യിൽ 10. 11. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് നോബിയാണ്. നോബിക്ക് 1000 രൂപ കിട്ടിയിരിക്കുകയാണ്. 1000 രൂപ ഇപ്പൊ വേണോ? വേണ്ട, നോക്കാം. വേണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ തരും. 1000 രൂപ ഞാൻ തരും എന്തായാലും. ഓക്കെ, ഈ 1000 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ 2000 രൂപയുടെ മത്സരത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 500 നല്ല പെടപെടയ്ക്കുന്ന 500ന്റെ നോട്ടാ. ഒന്ന് കൈയടിച്ചേ, നല്ലൊരു കൈയടി കൊടുത്തേ. ഇനി നമുക്ക് അടുത്ത റൗണ്ട് മത്സരത്തിലേക്ക് കിടക്കുകയാണ്. 2000 രൂപയുടെ മത്സരമാണ് ഇനിയുള്ളത്. അപ്പൊ അത് ഇതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ജീമ്പുമ്പ തുറക്കു സീസേ.
അപ്പൊ നോബിക്കുള്ള അടുത്ത മത്സരം എന്ന് പറയുന്നത് ഇരുതല വട്ടം. ഈ മത്സരത്തിൽ നമുക്ക് ഒരാൾ സഹായിക്കാൻ വേണം. ആരെ വിളിക്കും? ഷിജില. ഉത്സവമായി മത്സരമായി അപ്പൊ ചിഞ്ചുവിന്റെ അമ്മയും ഒക്കെയാണ് നമ്മുടെ നോബിയുടെ ഭാഗ്യദേവതമാർ എന്ന് പറയുന്നത്. നമസ്കാരം. ചിഞ്ചു മത്സരിച്ചത് കണ്ടായിരുന്നോ? മോളെ തോപ്പിക്കണം, അതാണ് സത്യത്തിലൂടെ വേണ്ടത്. ഓക്കെ, മത്സരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പേര് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? ഇരുതല വട്ടം എന്നാണ് മത്സരത്തിന്റെ പേര് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വട്ടം ഇതാണ്. ഇരുതല എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടാളുടെയും തലയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കും, ഒരാളപ്പുറത്തും ഒരാളപ്പുറത്തും. എന്നിട്ട് ഇതിങ്ങനെ തലയിൽ മുട്ടിച്ച് പിടിച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ചാടി പോകണം. ഓക്കെ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടണം. അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ഗെയിമാണ്. കൈ രണ്ടും പുറകെ കെട്ടണം. പിന്നെ ഇത് മുട്ടിയാലും കുഴപ്പമില്ല, ചെറിയൊരു അളവ്. 2000 രൂപ മത്സരമല്ലേ, പക്ഷെ ഇതിങ്ങനെ മറിച്ചിടരുത്. ഓക്കെ, റെഡി? അപ്പൊ ഷിജിലയും നോബിയും 2000 രൂപയുടെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. ഇരുതലവട്ടം മത്സരം ആരംഭിക്കുന്നു. 100 സെക്കൻഡ് ഉള്ളൂ. 100 സെക്കൻഡ്. നല്ല കൈയ്യടി കൊടുത്തേ. ബാലൻസ്. കൈപ്പറയിൽ കെട്ടിക്കോളൂ. അടിപൊളി. നൈസ്, വെരി നൈസ്. 2 എണ്ണമെങ്കിലും അവിടെ എത്തിക്കണം കേട്ടോ. വെരി നൈസ്. ആ, ഇനി അതിന്റെ ഉള്ളിൽ ഒരെണ്ണം. സിമ്പിൾ. ഓക്കെ, ഇനി ഒരെണ്ണൂടി ഓടിവാ. 20 സെക്കൻഡ് ഉള്ളൂ. പെട്ടെന്ന് വാ. ഇതിനകത്ത് ഇഷ്ടമുള്ളൊരു നിറം എടുത്തോ. ഓക്കെ, 30 സെക്കൻഡ്. 30 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 70 സെക്കൻഡ് ബാക്കി. റെഡി. ഒരെണ്ണം കൂടി. ഓക്കെ, ഷിജില ചേച്ചിയും നോബിയും രണ്ടുപേരും കുഴപ്പമില്ല. ഓടിവാ. വേഗം വന്ന് വിടുന്നോ. ദേ വളയൊക്കെ മാറ്റുന്നു. അത് കുഴപ്പമില്ല, അത് പൊക്കട്ടെ, ഞാൻ എടുത്തോളാം. ഭാഗ്യവളയം പച്ച. പോട്ടെ. 50 സെക്കൻഡ് ബാക്കിയുണ്ട്. പയ്യെ സൂക്ഷിച്ച് ബാലൻസ് ചെയ്ത് പോവുക. എന്നിട്ട് ആ വളയത്തിൽ ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നോബി 2000 രൂപയുടെ മത്സരം വിജയിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഇനി കാര്യങ്ങള്. ഷീജല ചേച്ചിക്ക് ഒരു താങ്ക് യു കൊടുത്തോളൂ. അവിടെ നിന്ന് താങ്ക് യു തന്നിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് മേടിച്ചോണ്ട് പൊക്കോളാം. ഓക്കെ, എന്റെ വക ഒരു വലിയ താങ്ക് യു. ഓക്കെ, നോബിക്ക് 2000 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ 2000 രൂപ ഞാൻ തരൂല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ 2000 രൂപ എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? 3000 രൂപയുടെ ആ ഒരു സംഭവം എടുക്കണം, ടോക്കൺ എടുക്കണം. ഏതാണ് ഗെയിം എന്ന് അറിയാൻ വേണ്ടി. റെഡി അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് നോബി 3000 രൂപയുടെ ആ കിടിലൻ മത്സരം ഏതാണെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ നോബിക്ക് 3000 രൂപയുടെ മത്സരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വെരി സിമ്പിൾ. വർണ്ണഗോപുരം. ഇതാണ് നമ്മൾ പറഞ്ഞ വർണ്ണഗോപുരം. ഇതുപോലൊരു വർണ്ണഗോപുരമാണ് നിബ് ഉണ്ടാക്കുന്നത്. 3000 രൂപ ഉണ്ടാക്കണം. ഇതുപോലത്തെ വേറെ ഉണ്ടാക്കണം. 80 സെക്കൻഡ് സമയമാണുള്ളത്. ആ സമയത്തിൽ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കണം, ഒരു ഗോപുരം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇത് വെരി സിമ്പിൾ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് വീഴാൻ നോക്കും, നമ്മൾ സമ്മതിക്കരുത്. അതിൻ്റെ മുകളിൽ ഇതും കൂടി വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഇതും കൂടി വയ്ക്കുക. ഇപ്പോൾ ഈ ഹൈറ്റ് ആയില്ലേ? ഇത് ഇത്രയും ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഉണ്ടാക്കണം. അതിനുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഈ നീല ഇതുണ്ട്, അവിടെ മഞ്ഞതുണ്ട്. റെഡി അല്ലേ? 80 സെക്കൻഡ് സമയമാണുള്ളത്. യുവർ ടൈം സ്റ്റാർട്ട്സ്. വേഗം. പെട്ടെന്നായിക്കോട്ടെ. 80 സെക്കൻഡ് സമയമാണുള്ളത്. ഓക്കെ. കൈയടിക്ക്. നല്ലൊരു കൈയടി കൊടുത്തേ. ഇത് ഇത്തിരി റിസ്ക് ആണ്. ബാലൻസ്. പണ്ട് ചീട്ട് കൊട്ടാരുണ്ടാക്കി കളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇതുവരെ അതിനകത്തൊരു കൊട്ടാരുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 20 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതേ എൻ്റെ ഗോപുരത്തിൻ്റെ ഹൈറ്റ് വേണം കേട്ടോ. കുറച്ചുകൂടി ഹൈറ്റിൽ പണിയായിരുന്നു തോന്നുന്നു. ഓക്കെ, ശരിയാതെ ഇത് പീസയിലെ ചെരിഞ്ഞ ഗോപുരം പോലെ ആയി പോവും. ഓക്കെ, ധൃതി വേണ്ട, അത് വീഴാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, 40 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി 40 സെക്കൻഡ് കൂടി. പയ്യെ സാവധാനം. ഓക്കെ, അപ്പുറത്തുള്ളത് കളയരുതിട്ടോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നോബിക്ക് വേണ്ടി ഇരിക്കാൻ 3000 രൂപ മേടിച്ചിട്ട് വീട്ടിൽ പോയല്ലോ. അതന്നെ. ഓക്കെ, കറക്റ്റ്. പയ്യെ ചെരിയുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ നോബി? അത് കറക്റ്റായിട്ട് വെച്ചിട്ടില്ല. ഫെവിക്കോൾ ഉണ്ടെങ്കിൽ കറക്റ്റ് പോയി. സാറല്ല, ഞാൻ ഓക്കെ, റെഡി. തുടങ്ങിക്കോ. പയ്യെ സമയം പോലെ മതി. അതന്നെ, പോട്ടെ. നല്ല കൈയ്യടി കൊടുത്തേ. ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 3000 രൂപ സംഘടിപ്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നോ?
ഇപ്പൊ ഓക്കെ. ഇപ്പൊ നോബി ശാന്തത കൈവരിച്ച് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഇനി നോബിയുടെ കയ്യിലുള്ളൂ. പക്ഷെ നോബി തീരാറായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. സൂക്ഷിച്ച് 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 സൂക്ഷിച്ച്. അപ്പൊ സി കേരളം സൂപ്പർ ബമ്പറിൽ നോബി അടുത്ത മത്സരം ജയിച്ചിരിക്കുകയാണ്. 3000 രൂപയുടെ മത്സരം ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് കാശ് ഞാൻ അങ്ങോട്ട് തരാണ്ടല്ലോ അല്ലേ? 1000 രൂപയിൽ ഞാൻ ഇതുവരെ തന്നിട്ടുള്ളൂ. കൂടുതൽ വേണ്ടേ? വേണം വേണം, പിന്നല്ല. വയലറ്റ് 2000 രൂപ. ഓക്കെ, ഇപ്പൊ 3000 രൂപയായില്ലേ? ഇനി നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് കിടക്കുന്നതിന് 3000 രൂപയുടെ മത്സരം നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു അടിപൊളി 2 സമ്മാനം ഞാൻ തരുന്നുണ്ട്. ഓക്കെ, ഒന്ന് 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു സമ്മാനം കൈയോടെ മേടിച്ചോളൂ. അടുത്തത് ക്വാൻലി ഇന്നർവെയർ നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. ഓക്കെ, 3000 രൂപയും കൂടെ 2 സമ്മാനവും കിട്ടിയിരിക്കുകയാണ്. നമുക്കിനി 5000 രൂപയുടെ മത്സരത്തിനുള്ള ഒരു ഗെയിം എടുക്കണം. തുറക്കൂ സീസേ. നോബിക്ക് 5000 രൂപ നേടാനുള്ള മത്സരം എന്ന് പറയുന്നത് നൂൽപന്താണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ നോബിക്ക് 5000 രൂപയുടെ മത്സരം ഇവിടെ റെഡിയാണ്. കൂടെ മത്സരിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇതാര്, ബാഹുബലിയോ? അജിനാസ് എന്ത് ചെയ്യുന്നു? കടർത്താണ്. എന്ത് കടയാ? മൊത്തത്തിൽ ഇരുമ്പും ബലവും പരിപാടിയൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും 60 സെക്കൻഡ് സമയമാണ് നിങ്ങളുടെ രണ്ടാളുടെയും കയ്യിലുള്ളൂ. ഇവിടെ നൂൽപന്ത് എന്നാണ് നമ്മുടെ മത്സരത്തിന്റെ പേര് പറഞ്ഞത്, ഓർമ്മയുണ്ടല്ലോ? ഇപ്പൊ കാലിൽ ഞങ്ങൾ ഒരു കയറിങ്ങനെ കെട്ടി തന്നിട്ടുണ്ട്, ഹൈ വർണ്ണ കളർ. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. അത് നോബി ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ പയ്യെ ഈ നൂല് കൊണ്ട് തട്ടി തട്ടി അവിടെ കൊണ്ടുപോയി ഗോൾ അടിക്കണം. 60 സെക്കൻഡ് സമയമാണുള്ളത്. ഇവിടെ 5 ബോളും ഇരിക്കുന്നുണ്ട്. ഓക്കെ, കൂടുതലും നോബി തന്നെയാണ് പരിപാടി ചെയ്യേണ്ടത്. താങ്കൾ സപ്പോർട്ടിങ് മാത്രം. ഓക്കെ, പക്ഷെ തോപ്പിക്കരുത് കേട്ടോ. പാവ 5000 രൂപയും കൊണ്ട് വീട്ടിൽ പോകുന്ന വെച്ച് നിൽക്കുന്നതാണ്. റെഡി? മത്സരം തുടങ്ങുന്നു. റെഡി? 1 2 3. ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുക. നോബി അത് പോകുന്നില്ല, ബോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. പോരട്ടെ. വലിച്ച്. അതെ, നോബി ആണ്ട ശ്രദ്ധിക്കണ്ടേ. 10 സെക്കൻഡ് കഴിഞ്ഞു. 10 സെക്കൻഡ് കഴിഞ്ഞു. 5 എണ്ണവും ഇതിൻ്റെ ഉള്ളിൽ കയറണം. പുറത്തേക്ക് പോയി. പുറത്തേക്ക് മെസ്സിയോ പുറത്തേക്കൊക്കെ ഗോൾ അടിച്ചു കളയാനായിട്ട്. ഒരു ഗോൾ. കൈയടി. 20 സെക്കൻഡ്. അടുത്തെടുത്ത് വെക്കി. പെട്ടെന്ന് പോരട്ടെ. പോരട്ടെ. നോബി കമോൺ. അതെ, അത് പുറത്തേക്ക് പോയി എടുത്തോണ്ട് അവിടെ പോയിട്ട് കൈ കൊണ്ടല്ല, കാലുകൊണ്ട്. കേറുവാ. അതന്നെ. എന്നിട്ട് നോബി ഇപ്പുറത്തേക്ക് വാ. അതേ സമയമുള്ളൂ. ആകെ 60 സെക്കൻഡ് ഉള്ളൂ. അതിനിപ്പോ തന്നെ 50 സെക്കൻഡ് തീർന്നിട്ടുണ്ട്. പോരട്ടെ. ഗോളാവട്ടെ. 40 സെക്കൻഡ്. രണ്ടാമത്തെ. അടിപൊളി. വേം പോട്ടെ. മൂന്നാമത്തെ. ബോള് പോകുന്നില്ല, ബോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. 20 സെക്കൻഡ് ബാക്കി. 2 ബോളുകളും ബാക്കി. 3 ബോളുകൾ ബാക്കി. പോരട്ടെ. 20 സെക്കൻഡ്. 3 15 സെക്കൻഡ്. ഹൈ 10 സെക്കൻഡ് ബാക്കി. ഹൈ 5 സെക്കൻഡ് ബാക്കി. കൗണ്ട് ഡൗൺ. എന്റെ അടുത്തേക്ക് വരില്ല. ഞാനൊരു യാതൊരു ബന്ധമില്ല. 4 3 2 1. പുറത്തേക്ക്. വീണ്ടും മെസ്സി 0. ഓക്കെ നോബി, എന്തായാലും നോബി വിഷമിക്കൊന്നും വേണ്ട. 2 സമ്മാനം സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് 3000 രൂപയും കൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. 5000 രൂപ തോറ്റുപോയല്ലോ, അതുകൊണ്ട് 3000 രൂപയും ഗിഫ്റ്റുമായിട്ടാണ് വീട്ടിൽ പോകുന്നത്. ഒപ്പം ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം മത്സരിച്ച് നല്ലൊരു കൈയ്യടി കൊടുത്തേ നമ്മുടെ നോബിക്ക്. അപ്പൊ നമ്മുടെ അവസാന മത്സരാർത്ഥികളും ഗംഭീരമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇനി യഥാർത്ഥ മത്സരാർത്ഥികൾ 4 പേരും കൂടി ബാലൻസ് ഉണ്ട്. അവരെ നമുക്ക് ലോട്ടിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു മുമ്പ് എനിക്കിനി നേരത്തെ ചായ കുടിച്ചുകൊണ്ട് ഒന്ന് ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു. ഓക്കെ, എ ഷോർട്ട് ബ്രേക്ക്. തിരുമ്പി വന്നിട്ട് സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത 4 പേരെ തിരഞ്ഞെടുക്കാം. 4 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അതിനുള്ള ഒരു ലോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൂടെ വിളിച്ചാലോ? പോരെ. ഇങ്ങോട്ട് പോരെ. ഓക്കെ. പോരെ. നമസ്കാരം. എന്താ പേര്? സഹല. നമസ്കാരം സഹല എന്ന് പറഞ്ഞത് എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രസംഗിക്കാറുണ്ടല്ലേ സ്ഥിരമായിട്ട് സ്റ്റേജിൽ, അല്ലേ? ഏത് ഭാഷയിലൊക്കെയാണ് പ്രസംഗിക്കാറ്? ഇംഗ്ലീഷും മലയാളവും. നമുക്ക് മംഗ്ലീഷിലൊരു പ്രസംഗമായാലോ? Good morning everyone. Today I would like to speak a few words about the power of a smile.
A smile on the face makes man different from the animals. Yeah. It makes one beautiful and attractive too. Yeah, If yeah. a person doesn't smile, it is very difficult. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. നമുക്കൊരു ഒരെണ്ണം എടുക്കാൻ തീരുന്നു എന്തായാലും. ഓക്കെ, താങ്ക് യു സഹന. സി കേരളം സൂപ്പർ ബമ്പറിൽ അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് സിറാജ്. ഉത്സവമായി മത്സരമായി നമസ്കാരം സിറാജ് കാ. നമസ്കാരം. എന്താണ് ചെയ്യുന്നത്? ഞാനൊരു പ്രവാസിയായിരുന്നു. ഇപ്പൊ പ്രവാസി എന്ന് പറയുമ്പോൾ എന്താ ഇത്ര പ്രയാസം? പ്രയാസം ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ആളെ? 5-8 മാസമായി വന്നിട്ടില്ല. എവിടെയായിരുന്നു ശരിക്കും? റിയാദ്. സി കേരളം സൂപ്പർ ബമ്പറിൽ അപ്പോൾ സിറാജ് ഇവിടെ റെഡിയാണ്. സിറാജിന് ആദ്യത്തെ 1000 രൂപയ്ക്കുള്ള മത്സരമാണുള്ളത്. അപ്പോൾ ഇത് അറിയാലോ, ഇത് പണപ്പെട്ടി, അത് പണിപ്പെട്ടി. തുറക്കൂ സീസേ. അപ്പോൾ എന്തായാലും സിറാജിന് 1000 രൂപയ്ക്കുള്ള മത്സരം എന്ന് പറയുന്നത് ബലൂൺ സ്മാഷ്. 1000 രൂപയ്ക്കുള്ള മത്സരമാണ്. 120 സെക്കൻഡ് ആണ്. ഒരാളെ ഈ കൂട്ടത്തിൽ നിന്ന് വിളിച്ചത്. സ്വന്തമൊക്കെയാണോ? ഇങ്ങോട്ട് കിടന്ന് വായിക്കാം. ഒന്നും നോക്കണ്ട, ഘടാഘടിയനാണ്, കണ്ടാൽ തന്നെ അറിയാം. ഓക്കെ, ഇത് പിടിച്ചോ. അടിപൊളി. അവിടെ പോയിരുന്നു. ഇക്കടെ പേര് മുനീർക്കയും സിറാജും കൂടി മത്സരിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനീർക്ക് ഇവിടെ വന്ന് നിൽക്കണം. ഓക്കെ, എന്നിട്ട് ഈ ബക്കറ്റിൽ നിന്ന് അത് പൊട്ടിപ്പോയി. ഈ ബക്കറ്റിൽ നിന്ന് ഒരു ബലൂൺ എടുക്കണം. എന്നിട്ട് ഇതുകൊണ്ട് പതുക്കെ ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കണം. അത് എയറിൽ വെച്ച് തല്ലി പൊട്ടിക്കുക എന്നുള്ളതാണ് സിറാജിന്റെ കടമ എന്ന് പറയുന്നത്. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. അതന്നെ, എന്റെ അടുത്തേക്കല്ല, അങ്ങോട്ട്. എന്റെ തല പൊട്ടിയില്ല, എന്റെ തല പൊട്ടിയില്ല. ഇങ്ങനെ തട്ടിയെടുത്തിട്ടോ. ചാടി പൊട്ടിക്കുക, അത് പൊട്ടിയില്ല. 120. എനിക്ക് തോന്നുന്നു പൊട്ടി. കൈടി ഒരെണ്ണം. ഇപ്പൊ എന്റെ ടെക്നിക്ക് പിടി കിട്ടിയെന്ന് തോന്നുന്നു. അതെ, 6 അടിക്കണ പോലെയല്ല, 6 അടിക്കണ പോലെയല്ല. പുറത്തേക്ക് പോയി. ബലൂൺ കളയരുത്, ബലൂൺ കളയരുത്. എല്ലാ ബലൂണിന്ന് 6 പൊട്ടിക്കാനുള്ളതുകൊണ്ട് പുറത്തേക്ക് കളയാതെ സൂക്ഷിക്കുക. ഓക്കെ, അതെ, അടിക്കണ്ടേ. പൊട്ടി. 2 മഞ്ഞ. അത് നിലത്തോളൂ, കുഴപ്പമില്ല. മുകളിലേക്ക് ആക്കാം ആദ്യം. മുകളിലേക്ക് ഇട്. എന്നിട്ട് ഒന്ന് മുകളിൽ നിന്ന് അടിച്ചു നോക്കി. 3 അടിപൊളി. അത് ഇവിടെ ബലൂണുള്ളപ്പോ അങ്ങോട്ട് പോണേ തരാം. മോള് അത് ബാക്കോട്ട് പോയി. പോയി. റെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അതിന്റെ ഇടയ്ക്കോ? റെസ്റ്റ് ഇല്ല. അവശതയായിപ്പോയി. 4. അത് മുള്ളുകൊണ്ട് പൊട്ടിയത് അങ്ങനെയാണോ? പോയി. അവശതയായി തോന്നുന്നു സിറാജ്. സിറാജ് പോയി. അടുത്തത് ഇനി അതിനൊക്കെ ഓർമ്മയുള്ളൂ കേട്ടോ. ഹെഡോ ബാക്ക് അടിച്ചോട്ടിക്ക്. പൊട്ടിയില്ല. പൊട്ടിക്ക്. അവശതയായി. സിറാജ് അവശതയായിട്ട് യുദ്ധമുന്നണിയിൽ തലകുമ്പിട്ടിരുന്നു. സിറാജ് പൊട്ടിക്ക്. പൊട്ടി. ഒരെണ്ണം കൂടി മതി. ഇനി ഒരെണ്ണം കൂടി പൊട്ടിയ സംഭവം റെഡിയായി. 1000 രൂപയ്ക്കുള്ളതാണ്. പയ്യെ കിട്ടും. കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. സിറാജിന് സമ്മാനം കൊടുക്കാൻ 1000 രൂപ കൈകൊണ്ട് മേടിക്കാനുള്ള ആവത് കിട്ടും വരെ നമുക്ക് ഒരു അടിപൊളി കോൽക്കളി ഒന്ന് കണ്ടാലോ? ഇടുത്തകൃതം ചിത്തം ദായ് ധാകൃ ചിത്തം ചിത്തം ദായ് ധാകൃ ചിത്തം താകൃതകതേ തീത്താ താകൃതാമില്ല തൈ എവിടെ ചിറ്റ വെട്ട് തകതീകത്താ താകൃതേ തീത്താ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കോറസ് മാപ്പിള ഗായക സംഘം ഒന്നായി ചേരുന്നു. കോറസ് മാ
മാപ്പിള കോൽകളി ശബ്ദം ഒന്നിച്ചുയരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വലദുൽ അമീൻ ഖുറൈശി ബദറുൽ ഹുദാവി യാസീൻ. വലദുൽ അമീൻ ഖുറൈശി ബദറുൽ ഹുദാവി യാസീൻ. അൽകുൽ ഹറം ബമാലിൽ ഖൈറുൽ ബലർ ജമാലേ. മനസ്സിൽ നീ കരുണ കടാശം മന്നവനെ നീ ചൊരിഞ്ഞിടുകോനെ. മാനവരിൽ മാപ്പരുളേണം യാ റഹീമായോനെ. മനസ്സിൽ നീ കരുണ കടാക്ഷം മന്നവനെ നീ ചൊരിഞ്ഞിടുകോനെ. മാനവരിൽ മാപ്പരുളേണം യാ റഹീമായോനെ. മരണവുമായി മല്ലിടും നേരം വല്ല കസുറാഹിൽ അണയും നേരം വന്നാനെ കലിമ ചൊരിയാൻ തൗഹീദരുളണമേ. മനസ്സിൽ നീ കരുണ കടാശം മന്നവനെ നീ ചൊരിഞ്ഞിടുകോനെ. മാനവരിൽ മാപ്പരുളേണം യാ റഹീമായോനെ. മരണവുമായി മല്ലിടും നേരം വല്ല കസുറാഹിൽ അണയും നേരം മന്നാനെ കലിമ ചൊരിയാൻ തൗഹീദരുളണമേ. മനസ്സിൽ നീ കരുണ കടാശം മന്നവനെ നീ ചൊരിഞ്ഞിടുകോനെ. മാനവരിൽ മാപ്പരുളേണം യാ റഹീമായോനെ. ഒഷുതള്ളം സത്യസ്വരൂപ നിന്ദ്രകൃമത്താൽ കാത്തിടണം സമദാനിമാൻ. സത്യമതത്തിൽ ഉത്തമമല്ലേ ചേർത്തിടണം സമദാനിമാൻ. കൂട്ടിടണം സമാധാൻ. സത്യസ്വരൂപ നിന്ദ്രകൃമത്താൽ കാത്തിടണം സമദാനിമാൻ. സത്യമതത്തിൽ ഉത്തമമല്ലേ ചേർത്തിടണം സമദാനിമാൻ. കൂട്ടിടണം സമാധാൻ. ഒഷുതള്ളം താനതനം തനതാനതനം 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 താനതനം തനതാനതനം തനതാനതനം തനതാനതനം. മലർ പുഷ്പത്തോരൻ ചമഞ്ഞുള്ള പന്തലിൽ കൈകൊട്ടി പാടുന്ന തോഴികളെ. താനതനം തനതാനതനം തനതാനതനം തനതാനതനം. അലങ്കാരമാലകൾ അണിയിക്കുകാൻ മരനരികിൽ വന്നിടും നല്ല സുദിനമിതിൽ. താനതനം തനതാനതനം തനതാനതനം തനതാനതനം. കടുകളവും ദുഃഖം കൂടുങ്ങാതെ മാനസങ്കറുപ്പും സന്തോഷത്തിൽ വാണിടുവാൻ. താനതനം തനതാനതനം തനതാനതനം തനതാനതനം. അലങ്കാരമാലകൾ സളം തെയ്യത്താതാകൃതാമില്ലത്തെ. സി കേരളം സൂപ്പർ ബമ്പറിൽ ഗംഭീര ഒരു കോൽക്കളി കണ്ടു. പണ്ടൊക്കെ കോൽക്കളി എന്ന് പറയുമ്പോൾ മുണ്ടെടുത്ത് വെള്ള ബനിയനിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടത് വളരെ കളർഫുൾ പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ സിറാജിനുള്ള 1000 രൂപ ദേ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഓക്കെ, ഇനി നമ്മൾ 2000 രൂപയുടെ മത്സരമാണ്. ഈ 2000 രൂപയുടെ മത്സരം എന്ന് പറയുന്നത് 3000 രൂപയിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ ഈ മത്സരം എന്തായാലും ജയിച്ചാലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 1000 രൂപയും കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ എടുത്താലോ നമുക്ക്. മത്സരം വളയ കസർത്ത്. കുറെ വളയങ്ങളുണ്ടല്ലോ അവിടെ, അടിപൊളിയാണല്ലേ. ഈ വളയുണ്ടല്ലോ ഒന്ന് കഴുത്തിലേക്ക് എടുത്തിടണം, അത്രേ ഉള്ളൂ ഗെയിം. കൈ പിറകിൽ കെട്ടണം, എന്നിട്ട് ഈ ഇത് കാലുകൊണ്ട് കാല് ഭൂമിയിൽ നിന്ന് പൊന്തിക്കാൻ പാടില്ല, ഇങ്ങനെ ചാടുക, ഈ വക പരിപാടിയൊന്നുമില്ല. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ ചൈനീസ് സിനിമയിലൊക്കെ കാണുന്ന പോലെ എങ്ങനെയെങ്കിലും കഴുത്തിലെത്തിച്ചോളണം. 8 എണ്ണം. ഓക്കെ, 100 സെക്കൻഡ് ആണുള്ളത്. റെഡി? കൈ പിറകിൽ കെട്ടുന്നു. സിറാജ് റെഡി ആയിരിക്കുന്നു. ഓക്കെ സിറാജ്, അടിപൊളി 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 അടിപൊളി. പോട്ടെ. പുറത്തേക്ക് ആടി, കഴുത്തിൽ പുറത്തേക്കാണത്. പതുക്കെ ചെയ്താൽ മതി. ഗെയിം എന്റെ ചെയ്യുമ്പോൾ കഴുത്തിൽ 8 എണ്ണം ഉണ്ടാവണം. ഓക്കെ, ഇത് വല്ലാത്ത വളയ പരിപാടി. കൈ അഴിക്കല്ലേ, അമ്പട ഞാൻ കണ്ടില്ല. അതന്നെ
കഴുത്തിൽ കൈയടി. ഓക്കെ പൊന്നട്ടെ അടി പോരട്ടെ. അപ്പൊ അത് പോയി. ഇപ്പൊ രണ്ടെണ്ണവും പോയി. ഈശ്വരാ, വളരെ കുറച്ച് സെക്കൻഡോളം ഒന്ന് കൈയടിച്ച് ഇത്രയും കഷ്ടപ്പെട്ട ഒരാള് ഇവിടെ കിടന്ന് വളയത്തിന്റെ ഉള്ളിൽ കിടന്ന് മരണം. പണ്ടൊക്കെ നമ്മൾ സർക്കസിലല്ലേ ഈ സംഭവം കണ്ടിട്ടുള്ളൂ. സിറാജെ വലത്തോട്ട് വെച്ച് ഇടത്തോട്ട് വെച്ച് ചാടി നിവർന്ന് കുനിഞ്ഞു നിവർന്ന് ആ വളയം കഴുത്തിലേക്ക് എടുത്തുകൊണ്ട് ആ സിറാജ് വീണ്ടും വരണം. അതവിടെ കിടക്കട്ടെ. അടുത്തത് സമയം പോകുന്നുണ്ട്, പക്ഷെ ടെൻഷൻ വേണ്ട, നമുക്ക് പറ്റും. മുന്നോട്ട് പോരട്ടെ. സി കേരളം സൂപ്പർ ബമ്പറിൽ 2000 രൂപയ്ക്കുള്ള മത്സരമാണ് നമ്മുടെ സിറാജ് ഇവിടെ നടത്തിയത്. പക്ഷേ വളരെ നന്നായി മത്സരം കേട്ടോ. ഇത് ഞാൻ തോറ്റു എന്ന് ഞാൻ പറയില്ല, പക്ഷെ നന്നായി മത്സരം. ഓക്കെ, സിറാജിന് സമ്മാനമുണ്ട്. ആ സമ്മാനം ഉടനെ തന്നെ സിറാജിന്റെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ശ്രീഭൂതപുരത്ത് വന്ന് ഇവിടെ ഈ നാട്ടുകാരെ എല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഒരു നല്ല കൈഡി കൂടി തന്നേ. അപ്പൊ ഇനി ഇതുപോലെ ഒരു കിടിലൻ ഞെരിപ്പൻ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പാക്കലാം. ഗുഡ് ബൈ.